നമ്മുടെ നാരദ മഹർഷി സ്ത്രീയായി മാറിയ കഥ കേട്ടിട്ടുണ്ടോ? അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരിക്കൽ നാരദരെ വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ട് ചോദിച്ചു, അങ്ങയുടെ മായ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, അതിനെന്താ നാരദരെ, ഇപ്പൊ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നാരദരെയും കൂട്ടി ഭൂമിയിലേക്ക് എത്തി. അവിടെ കന്യാകുബ്ജം എന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് ഭഗവാൻ നാരദരുടെ അടുത്ത് പറഞ്ഞു, അങ്ങ് ഈ കുളത്തിലൊന്ന് മുങ്ങി നിവരൂ എന്ന് പറഞ്ഞു. ഒന്ന് മുങ്ങി കുളിച്ചു വരാനായിട്ടാണ് പറഞ്ഞത്. നാരദർ വീണിയൊക്കെ കരയിൽ വെച്ചിട്ട് കുളത്തിൽ മുങ്ങാനായിട്ട് ഇറങ്ങി മുങ്ങിയിട്ട് പൊങ്ങി വന്നപ്പോൾ മറ്റൊരാളായി മാറിയിട്ടാണ് വന്നത് കേട്ടോ. അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട്. അപ്പൊ അതിലൂടെ ആ കന്യാകുബ്ജത്തെ രാജാവായിട്ടുള്ള താരധ്വജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കുതിരപ്പുറത്ത് ഇങ്ങനെ സവാരിക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ത്രീനെ കണ്ടിട്ട് അദ്ദേഹം അവിടെ നിർത്തിയിട്ട് ചോദിച്ചു, സുന്ദരിയായിട്ടുള്ള സൗഭാഗ്യ സുന്ദരി എന്നാണ് വിളിക്കണത്, നീ ആരാണ്, എവിടുന്ന വന്നേ, എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ കുളത്തിൽ മുങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അനാഥയാന്നൊക്കെ പറഞ്ഞു, ആരുമില്ല എന്നൊക്കെ മനസ്സിലായപ്പോൾ ഈ താലധ്വജൻ, ഈ രാജാവ് സൗഭാഗ്യ സുന്ദരിനിയുമായിട്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു. അവർ വിവാഹമൊക്കെ കഴിച്ചു. എന്നിട്ട് പേരൊന്നും അറിയാത്തതുകൊണ്ട് സൗഭാഗ്യ സുന്ദരി തന്നെയാണ് പേരിട്ടത് കേട്ടോ. എന്നിട്ട് അവർക്ക് 20 പുത്രന്മാരുണ്ടായി, അവർക്കും മക്കളുണ്ടായി. അവരങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ തൊട്ട് അയൽ രാജ്യത്തുള്ള ഒരു രാജാവ് യുദ്ധത്തിനായിട്ട് വന്നു. യുദ്ധമൊക്കെ ഗംഭീര യുദ്ധമായിരുന്നു. ഇവിടുത്തെ രാജാവിനെ, താലധ്വജനെയും മക്കളെയും പേരക്കുട്ടികളെയും എല്ലാവരെയും വകവരുത്തി. അങ്ങനെ സൗഭാഗ്യ സുന്ദരിക്ക് വലിയ സങ്കടമായിട്ടോ, എന്തൊക്കെ ചെയ്തിട്ടും ആ സങ്കടം, ആ ദുഃഖം അങ്ങോട്ട് മാറണില്ല. പലരും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു ഒരു മഹർഷിയുടെ, ഒരു പ്രായമായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരു മഹർഷിയുടെ രൂപമൊക്കെ സ്വീകരിച്ചിട്ട് ഈ സൗഭാഗ്യ സുന്ദരിയുടെ അടുത്തെത്തിയിട്ട് ആശ്വസിപ്പിക്കുകയാണ്. ജനനവും മരണവും ഒക്കെ അതൊക്കെ സാധാരണ ഉള്ളതാണ്, അതിലൊന്നും സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ടും സങ്കടം ഒന്നും മാറണില്ല. അങ്ങനെ എൻ്റെ കൂടെ വരൂ, ഞാൻ സങ്കടമൊക്കെ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് പോയ കുളം ഉണ്ടല്ലോ, ആ കുളത്തിന്റെ കരയിലെത്തിയിട്ട് പറഞ്ഞു, ഈ കുളത്തിലൊന്ന് മുങ്ങി നീ വരൂ, അപ്പൊ എല്ലാ ദുഃഖവും മാറും എന്ന് പറഞ്ഞു. അങ്ങനെ സൗഭാഗ്യ സുന്ദരി കുളത്തിലേക്ക് പിന്നെയും പൊങ്ങി വന്നതോ നാരദരായിട്ട്, പഴയ പോലെ തന്നെ. അപ്പൊ നാരദരുടെ ആ വീണയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിന് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. താൻ സൗഭാഗ്യ സുന്ദരി ആയതും, താരധ്വജൻ വിവാഹം കഴിച്ചതും, കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടായതും, യുദ്ധം നടന്നതും, അതിലെല്ലാം നഷ്ടപ്പെട്ടതും, താൻ ഇരുന്ന് വിഷമിച്ചതും ഒക്കെ ഓർമ്മ വന്നു. ഒപ്പം തന്നെ ഇതെല്ലാം ഭഗവാന്റെ മായയാണ് എന്നും കൂടെ മനസ്സിലായി. അപ്പോൾ ഭഗവാൻ തൻ്റെ ഈ യഥാർത്ഥ സ്വരൂപം കൊടുത്ത്, മുനിയായിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്, യഥാർത്ഥ സ്വരൂപം കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ കണ്ടില്ലേ മായ എന്താണെന്നുള്ളത്, സത്യമല്ലാത്തതെല്ലാം മായ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നാരദരെ നോക്കി ഭഗവാൻ പുഞ്ചിരിച്ചു.